ാണ് ഈ വിഷയത്തിലുള്ളത്. ഇപ്പൊ നമ്മളിങ്ങനെ ഈ കാലയളവിൽ നടന്ന എല്ലാ യുദ്ധങ്ങൾ പരിശോധിച്ച് നോക്കിയാലും അതൊക്കെ പള്ളിയേറ്റൊരു ബന്ധം ഉണ്ടായിരിക്കും. ഇപ്പൊ എൻ്റെ നാട്ടിൽ കൊളത്തൂരിൽ ശ്രോതാക്കന്മാരുണ്ട്. അതും അതേമാതിരി ബ്രിട്ടീഷുകാരുടെ കാലത്ത് നടന്നിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഷഹീദായ ആൾക്കാരാണ്. അതിലും ഒരു പള്ളി അതിൻ്റെ ഒരു അസലിൽ കാണാൻ വേണ്ടി പറ്റും. ഒരു പള്ളിക്ക് കുറ്റിയടിക്കുന്നു, കുറ്റി അടിച്ച സ്ഥലത്ത് നിന്ന് ആ കുറ്റി പറിച്ചിടുന്നു, വേറൊരു സ്ഥലത്ത് കുറ്റിയടിക്കുന്നു, അങ്ങനെ പള്ളി ഉണ്ടാകുന്നു. പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കം വരുന്നു, പള്ളിയിൽ ജുമാ നിർത്തി വെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ നീണ്ടുപോകുന്ന പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു സംഗതി. നമ്മുടെ മലപ്പുറം ശ്രോതാക്കളുടെ താരീഖ് പരിശോധിക്കുമ്പോൾ അതിലും ഒരു പള്ളിയുമായി അതിനൊരു ബന്ധം കാണാൻ പറ്റും. ഇതിനൊരു കാരണമുണ്ട്. ലോകത്തെ എല്ലായിടത്തും മുസ്ലിങ്ങൾ വളരുകയും വികസിക്കുകയും ചെയ്തിട്ടുള്ളത് പള്ളിയുമായി ബന്ധപ്പെട്ടാണ് എന്ന് കാണാം. ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധമില്ലെങ്കിലും അനുബന്ധമായിട്ടൊരു കാര്യം പറയാം. നമ്മളൊക്കെ നാട്ടിലെ പഴയ പള്ളികൾ ഇപ്പോൾ തിരുരങ്ങാടി പള്ളി അങ്ങനെയൊക്കെയുള്ള പഴയ പള്ളികളൊക്കെ എടുത്തു നോക്കിയാൽ ആ പള്ളികൾക്കൊരു പ്രത്യേക രീതി ഉണ്ടാവും. ഒരു മിഹ്റാബുള്ള ഔത്തപ്പള്ളി എന്ന് പറഞ്ഞൊരു പള്ളി ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ടാമത്തെ പള്ളി ഉണ്ടാവും, പുറത്തെ പള്ളി എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഒരു പള്ളി. ഒന്നാമത്തെ പള്ളിയിൽ മിഹ്റാബുണ്ട്, രണ്ടാമത്തെ പള്ളിയിൽ നിന്നും മുകളിലേക്ക് കോണി ഉണ്ടാവും, രണ്ടാം പള്ളിയിൽ നിന്ന്. പിന്നെ ഈ രണ്ട് പള്ളിയും കഴിഞ്ഞതിന് ശേഷം 3 ഭാഗം താഴ്വര ഉണ്ടാകും. ചില പള്ളിക്ക് 4 ഭാഗം ഉണ്ടാവും. ഫ്രണ്ടിലൊരു താഴ്വര ഉണ്ടാവും. എല്ലാ പള്ളികൾക്കും 3 ഭാഗത്ത് എന്തായാലും താഴ്വര ഉണ്ടാവും. കയറി ചെല്ലണ സ്ഥലത്ത് ഈ പഴയ തറവാട് വീടുകൾക്കൊക്കെ ഉള്ളതുപോലെ ചേറ്റുംപടിയൊക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ടാവും. ഇങ്ങനെ ചാരി ഇരിക്കാനും തൂണും ഇങ്ങനെ ചാരി ഇരിക്കണ അയ്യൊക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ടാവും. നമ്മളെ മലബാറിൽ നിന്ന് തെക്കോട്ട് പോയാൽ ഈ സ്ഥലം താഴ്ചയായി അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. മലബാറിൽ നിന്ന് വടക്കോട്ട് പോയാൽ ആ സ്ഥലം ഉയർത്തി അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഇപ്പൊ കാസർഗോഡൊക്കെ നമ്മൾ ചെന്നാൽ ആ സ്ഥലം ഉയർത്തിയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതായത് അവിടേക്ക് കയറുമ്പോൾ ആദ്യം ഇരുന്ന് പിന്നെ ചെരുപ്പ് ഊരി വെച്ചിട്ട് പിന്നെ കാലെടുത്ത് വെച്ചിട്ട് അങ്ങനെ കയറി പോവുക. ആ സമയത്ത് തെക്കോട്ടൊക്കെ പോയാൽ ആ സ്ഥലം ഇങ്ങനെ ലേശം താഴ്ത്തിയിട്ടാണ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക. ഇത് വഖഫ് ചെയ്യാത്ത സ്ഥലമായിരിക്കും. കയറി ചെല്ലിനോടത്ത് ആദ്യമുള്ള സ്ഥലം വഖഫ് ചെയ്തിട്ടുണ്ടാവില്ല. 2 ചെരുവും ചിലപ്പോൾ മുൻഭാഗവും വഖഫ് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് വാതിലുകൾ ഉണ്ടാവും. ജനലിനൊക്കെ പകരം വാതിലുണ്ടാവുക പഴയ പള്ളികൾക്ക്. ജനലിനൊക്കെ പകരം ഇങ്ങനെ ഒരുപാട് തുരുതുരയെ വാതിലുകൾ വെച്ചിട്ടുണ്ടാവും. വിശാലമായ പള്ളിപ്പറമ്പുണ്ടാവും. പിന്നെ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നല്ലൊരു പള്ളിക്കുളം ഉണ്ടായിരിക്കും. അങ്ങനെ ആളുകൾ ഉച്ചക്കൊക്കെ പണി മാറ്റിയാൽ പള്ളിക്കുളത്തിൽ പള്ളിപ്പറമ്പിൽ വന്ന് കാര്യം സാധിക്കും. പള്ളിക്കുളത്തിൽ ഇറങ്ങി പിന്നെ മനോഹരം ചെയ്യും, പൊതുണ്ടാക്കും, പള്ളിയിൽ കയറി നിസ്കരിക്കും, പള്ളിന്റെ ചെരുവിൽ കിടന്നുറങ്ങും. വീട്ടിൽ വിരുന്നേരൊക്കെ വന്നാൽ വീട്ടിൽ സ്ഥലം കുറവേക്കാരം. അപ്പൊ ഉള്ള റൂം വിരുന്നേർക്ക് കൊടുത്തിട്ട് പെരക്കാരൻ പള്ളിക്കൊക്കെ വരും. ചോറൊക്കെ വെച്ചിട്ട് പള്ളിയിൽ വന്നിട്ട് പെരക്കാരൻ പള്ളിയിൽ വന്നിട്ട് കിടക്കും. വിരുന്നുകാർക്ക് ഉള്ള സ്ഥലം കൊടുക്കുകയും ചെയ്യും. വീടുകളിലൊക്കെ സ്ഥലം കുറവാണ് ഉണ്ടായിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഒരു പഴയ രീതി എന്ന് പറഞ്ഞത്. അസർ നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാ നാട്ടിലും ചില കാരണന്മാരുണ്ടാവും. കാരണന്മാര് പുറത്തിറങ്ങിയിട്ട് ആ ചാരുപടിയിൽ ഇങ്ങനെ ചാരിയിട്ട് തൂണുമൊക്കെ കൈയെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇരിക്കും. അപ്പൊ ആൾക്കാര് അങ്ങാടിയിൽ കച്ചവടം ചെയ്യണേലുണ്ടായ പ്രശ്നം, ജ്യേഷ്ഠനും അഞ്ചനും തമ്മിൽ തെറ്റിയത്, മോള് കെട്ടിച്ചോടത്തേക്ക് പോകാത്തത്, മരോള് വരാത്തത്, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കാരണന്മാരോട് ചെന്ന് പറയും. കാരണന്മാർ അതൊക്കെ ഒന്ന് ചർച്ച ചെയ്തിട്ട് ഏകദേശം അനുയോജ്യമാണെന്ന് തോന്നുന്ന ഒരു തീരുമാനം എടുക്കും. തീരുമാനമായി ഇങ്ങനെ ഏകദേശം വരുമ്പോ പള്ളിന്റെ ഉള്ളിലേക്ക് കയറി ഇരുന്നിട്ട് മൂത്ത കാരണം ഒരു തീരുമാനം പ്രഖ്യാപിക്കും. എന്നിട്ട് ആരെങ്കിലും ഒരാൾ അൽ ഫാത്തിഹ നെല്ലിങ്ങാണ്ട് ദോരന്ന് അവസാനിപ്പിക്കും. ഇങ്ങനെ ചെയ്തിരുന്ന ഒരു രീതിയാണ് പള്ളിയിൽ പോയി പറയാ എന്ന് പറഞ്ഞത്. നമ്മൾ തമ്മ് തെറ്റിയാ പറയും ഇജ്ജ് പള്ളിയിൽ പോയി പറഞ്ഞാടാന്ന് പറയും. ആ സാധനം ഇതാണ്. ഇത് ക്രിസ്ത്യാനികൾക്കിടയിലും ഇതേമാതിരിണ്ട്. അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ മാപ്പിളാര് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്, തെക്കോട്ട് പോയാൽ മാപ്പിളാര് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളാണ്. നമ്മളിങ്ങനെയുണ്ട്. എറണാകുളം വിട്ടാണ് പോയാൽ മാപ്പിളാര് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെ കുറിച്ചാണ്. ആ സമയത്ത് നമുക്ക് ഇവിടെയൊക്കെ മാപ്പിളാര് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ കുറിച്ചാണ്. ഈ ഒരേ രീതി മാപ്പിളാര് എന്ന് പറയുന്ന വിഭാഗത്തിലുണ്ട്. അതായത് ക്രിസ്ത്യാനികളിലുണ്ട്. ഈ പള്ളിയിൽ പോയി പറയാന്ന് പറഞ്ഞത് അവർക്കും ഉണ്ട്, പള്ളിയിൽ പോയി പറയാന്ന് പറഞ്ഞ ഒരു രീതി നമുക്കുണ്ട്. ഇത് ഏകദേശം 920-കൾ വരെ നിലനിന്നിട്ടുണ്ട് എന്നാണ്. 920-കൾക്ക് ശേഷം ആദ്യമായി മുസ്ലിങ്ങൾക്ക് അങ്ങാടിയിൽ ഓഫീസ് വന്നു. അതിനു മുമ്പ് അങ്ങാടിയത്തെ പ്രശ്നം പള്ളിയിൽ നിന്ന് തീർത്തിരുന്നത്
920-കൾക്ക് ശേഷം പള്ളിയിലത്തെ പ്രശ്നം അങ്ങാടിന്ന് തീർക്കുക ആ രൂപത്തിലേക്ക് മാറി. ഇന്നിപ്പോൾ നമ്മൾ പള്ളിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ചർച്ചയില്ല, ചർച്ചയൊക്കെ അങ്ങാടി ചെന്നിട്ടുണ്ടാകുക. 920-കൾക്ക് മുമ്പ് അങ്ങാടിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ ചർച്ചയും തീരുമാനമൊക്കെ പള്ളിയിൽ വെച്ചിട്ടാണ് നടക്കുക. ഈ പള്ളിയിൽ വെച്ച് എല്ലാ കാര്യങ്ങളും നടന്നിരുന്ന മുസ്ലിങ്ങളുടെ ആശാ കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ പള്ളികൾ എന്ന് പറയുന്നത്. ലോകത്ത് എവിടെയെല്ലാം ഇസ്ലാം മതം പ്രചരിച്ചിട്ടുണ്ടോ അവിടൊക്കെ രണ്ട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്ന്, റിലീഫിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ളതായി കാണാൻ പറ്റും. രണ്ട്, പള്ളി നിർമ്മാണങ്ങൾ നടന്നിട്ടുള്ളതായിട്ടും കാണാൻ പറ്റും. റിലീഫിന് വലിയ പ്രാധാന്യം ഇസ്ലാമിക പ്രചരണം നടന്ന എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്, പള്ളി നിർമ്മാണത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ യുദ്ധങ്ങളിലൊക്കെ ഒരു പള്ളിയോട് ബന്ധപ്പെട്ട ഒരു ടച്ച് കാണുന്നത്. എന്തായാലും പള്ളി നിർമ്മിച്ചിരുന്നു, പള്ളിയോടനുബന്ധിച്ച് വെള്ളത്തിൻ്റെ ഒരു ശേഖരം ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായ ഒരു നിർമ്മാണ പ്രവർത്തനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് തിരുരങ്ങാടി തഹസിൽദാർക്ക് ഒരു പരാതി കൊടുക്കുകയും ആ പരാതിയിൽ അന്വേഷണമൊന്നും കൂടാതെ തന്നെ തീരുമാനമെടുക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയും ചെയ്തത് പ്രശ്നങ്ങളുടെ ഒരു തുടക്കം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂർധന്യ ദശയിലെത്താനുള്ള ഒരു കാരണം എന്ന നിലക്ക് നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ചില സംഭാഷണങ്ങളൊക്കെ നടന്നു. പിന്നെ ഹാജരാവാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് തഹസിൽദാറുടെ ഉദ്യോഗസ്ഥൻ സമീപിക്കുന്ന സമയത്ത് നമ്മുടെ മുൻഗാമികളായ ശുഹദാക്കൾക്ക് സുന്നത്ത് നോമ്പുണ്ടായിരുന്നു. വേറെ അഭിപ്രായത്തിൽ ഫർദ് നോമ്പ് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ വരുന്നത് 29-നാണ് എന്ന അഭിപ്രായം പരിഗണിച്ചാൽ ഫർദ് നോമ്പാണ്. പക്ഷെ ഭൂരിഭാഗം ചരിത്രകാരന്മാരും സുന്നത്ത് നോമ്പാണ് എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഷവ്വാലിലെ 6 നോമ്പ് എന്ന സുന്നത്ത് നോമ്പുള്ള സമയത്താണ്. അവർ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് ഞങ്ങൾ വരാം, നോമ്പ് തുറന്ന് കഞ്ഞി കുടിച്ചതിന് ശേഷം വരാം എന്നാണ് പറയുന്നത്. ഈ ചരിത്രം ഞാനിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പരതി നോക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ചരിത്രം. മാപ്പിള പഠനങ്ങൾ എന്ന് പറയുന്ന എം ഗംഗാധരന്റെ ഒരു പുസ്തകമുണ്ട്, നല്ലൊരു റെഫറൻസ് ആണ്. അതിൽ ഈ ചെറൂർ മുട്ടിച്ചിറ ശോതാക്കളുടെ ചരിത്രം പറയുന്നുണ്ട്. പിന്നെ വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ ചരിത്രം ലേശം വളച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അതിലാണ് ഇത് പറഞ്ഞത്, കാണമായി പാട്ടത്തിനെടുത്ത ഭൂമി തിരിച്ചു കൊടുക്കാതിരുന്നതാണെന്ന്. സംഭവം അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. മറ്റു പുസ്തകങ്ങളിലൊക്കെ അതിനെതിര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, വാങ്ങിയത് കാണം ആയിട്ട് പാട്ടത്തിനാണ്. പക്ഷെ 2 വർഷം 1822 അല്ലെങ്കിൽ 24 മുമ്പോ അത് രജിസ്റ്റർ ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ രജിസ്റ്റർ ചെയ്ത് വാങ്ങി എന്ന സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ആദ്യ കാണക്കാരന്റെ മകൻ കൊടുത്ത ഒരു പരാതിയിൽ അന്വേഷണമില്ലാതെ ആക്ഷൻ എടുക്കാൻ പോയതാണ് കാരണം. അല്ലാതെ അതിൽ അനധികൃതമായിട്ടൊന്നും നടന്നിട്ടൊന്നുമില്ല. രജിസ്റ്ററായിട്ട് വാങ്ങിയത് തന്നെയാണ്. അതിൽ തന്നെയാണ് പള്ളി നിർമ്മിച്ചിട്ടുള്ളത്, അതിൽ തന്നെയാണ് കെട്ടിയിട്ടുള്ളത്, അതിൽ തന്നെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. എല്ലാം അതിൽ തന്നെയാണ്, അല്ലാതെ ഒന്നുമില്ല. അപ്പൊ ഈ വില്യം ലോഗൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ അയാൾക്ക് കിട്ടിയ വിവരം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു ചരിത്രത്തെ നേരാമണ്ണം എഴുതുന്ന ഒരാളാണ് എന്നുള്ള നിലയിൽ നമുക്ക് അയാൾ അങ്ങനെയാണ് വിചാരിക്കാൻ നല്ലത്. അയാൾക്ക് കിട്ടിയ ചരിത്രം അങ്ങനെ ആയിരിക്കാം. പക്ഷെ മറ്റുള്ള ചരിത്രകാരന്മാരൊന്നും അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. രജിസ്റ്റർ ചെയ്ത് കാണം തീരായി ആധാരം കൈവശമുള്ള ഭൂമിയിൽ തന്നെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒന്ന്, മമ്പുറം സയ്യിദ് അലവി തങ്ങൾ എന്ന പുസ്തകമുണ്ട്, KK മുഹമ്മദ് അബ്ദുൽ കരീമിന്റെ. അതിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. മലബാർ കലാപം പ്രബുദ്ധത്തിനും രാജവാഴ്ചക്കുമെതിരെ എന്ന KN പണിക്കരുടെ ഒരു പുസ്തകമുണ്ട്. അതിൽ പറയുന്നുണ്ട്, മാപ്പിള മലബാർ എന്നൊരു പുസ്തകമുണ്ട്, ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയുടെ. അതിൽ പറയുന്നുണ്ട്, മമ്പുറം തങ്ങൾ ജീവിതം ആത്മീയത പോരാട്ടം എന്ന അസാസ് ബുക്ക് പ്രസിദ്ധീകരിച്ച പുസ്തകമുണ്ട്. അതിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമേ ചരിത്രത്തിലുള്ളൂ. എന്നാലും ഭൂരിഭാഗം ആൾക്കാരും ഒരേ ലൈനിലാണ് ചരിത്രം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനമായി ഉണ്ടായ ഒരു പരാതിയിൽ ഹാജരാവാൻ പറയുന്നു. ഹാജരാവാൻ പറഞ്ഞത് സുന്നത്ത് നോമ്പുള്ള സമയമാണ്. ഹാജരാവാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഹാജരായാൽ സാധാരണഗതിയിൽ നടക്കുക അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്താൽ ജയിലിലടക്കും, അവസാനം തൂക്കിക്കൊല്ലും. ഇതാണ് നടക്കുക. സാധാരണഗതിയിൽ അങ്ങനെയാണ് നടന്നു വരുന്നത്. അതൊരു കാരണമാണ്. രണ്ടാമത്തെ ഒരു കാരണം ഉള്ളത്, നോമ്പായതുകൊണ്ട് നടന്ന് നോമ്പ് നോറ്റ്
അങ്ങോട്ട് പോകാനുള്ളൊരു വിഷമുണ്ട്. അപ്പൊ നോമ്പ് തുറന്ന് കഞ്ഞി കുടിച്ച് ആശ്വാസത്തിൽ വരാം എന്നാണ് യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവരതിന് സമ്മതിച്ചില്ല. സമ്മതിക്കാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ ഓർക്ക് യുദ്ധം നടക്കുകയാണ് വേണ്ടത്. അതിനാണ് സമ്മതിക്കാതിരിക്കാൻ കാരണം. അവർക്ക് യുദ്ധം നടക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത്. അപ്പൊ പിന്നെ അത് വെല്ലുവിളികളായി. അങ്ങനെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ എന്തായാലും മരിക്കും എന്ന് ഉറപ്പാണ്. കാരണം പിടിച്ചു കൊണ്ടുപോയാൽ ജയിലിലടക്കുക, വിചാരണ നടക്കുക, വിചാരണ ഓൽക്ക് അനുകൂലാക്കുക, തൂക്കിക്കൊല്ല, ഇതാണ് നടക്കാൻ പോണത്. എന്തായാലും മരിക്കുമല്ലോ. എന്തായാലും മരിക്കുകയാണെങ്കിൽ അത് ആത്മാഭിമാനത്തോടുകൂടി രാജ്യത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി പൊരുതി മരിക്കാമെന്ന് തീരുമാനിച്ചു. ആ കാലത്തുണ്ടായിരുന്ന സ്ത്രീകൾ അതിന് വലിയ പിന്തുണ നൽകി. രാത്രി സമയങ്ങളിലൊക്കെ ഈ മുട്ടിച്ചിറ, ഈ പള്ളി നിൽക്കുന്ന ഈ സ്ഥലം വള്ളികൾ നിറഞ്ഞ ഒരു കാടായിരുന്നു എന്നാണ് പുസ്തകങ്ങളിൽ കാണുന്നത്. ഇപ്പൊ ഈ പള്ളി നിൽക്കുന്ന സ്ഥലം, ഈ പ്രശ്നം ഉണ്ടാകുന്ന പള്ളി ഇതല്ല, അത് വേറെ പള്ളിയാണ്. ഇവിടെ അന്ന് വള്ളികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാടായിരുന്നു. അവിടെ ഒരു പള്ളിയുണ്ട്. ഈ പള്ളിയിലായിരുന്നു ആളുകൾ അഭയം തേടിയിരുന്നത്. രാത്രി സമയങ്ങളിൽ സ്ത്രീകള് ഭക്ഷണം പാചകം ചെയ്ത് തട്ടത്തിന്റെ മറയത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുകയും നോമ്പ് തുറക്കുക, അത്താഴം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. ആണുങ്ങൾക്ക് മാത്രമല്ല അക്കാലത്ത് ധൈര്യം ഉണ്ടായിരുന്നത്, പെണ്ണുങ്ങൾക്കും നല്ലോണം ധൈര്യം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. ഏതായാലും സ്ത്രീകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് സ്ത്രീകൾ കൂടി ഇതിൽ ഒരു നിലക്ക് പങ്ക് ചേർന്നിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. ഇസ്ലാമിലെ എല്ലാ യുദ്ധങ്ങളിലും സ്ത്രീകളുടെ പങ്ക് കാണാൻ വേണ്ടി പറ്റും. ഈ യുദ്ധത്തിലും സ്ത്രീകളുടെ പങ്കിനെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഈ പള്ളിയിൽ, ഈ നിൽക്കുന്ന വള്ളികൾ നിറഞ്ഞു നിൽക്കുന്ന ഈ പള്ളിയിലായിരുന്നു യോദ്ധാക്കളായ ആളുകൾ തമ്പടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർക്ക് ഭക്ഷണം കൊണ്ടു നിൽക്കും, നോമ്പനുഷ്ഠിക്കും, ആ നോമ്പ് വെൽക്കും, നോമ്പ് തുറക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരോട് യുദ്ധത്തിന് വേണ്ടി 40 പട്ടാളക്കാരാണ് വന്നത് എന്നാണ് താരീഖിൽ കാണുന്നത്. ഒരു പട്ടാള കമാൻഡറുടെ പേരുകളൊന്നും ഞാൻ മനഃപൂർവ്വം ഉദ്ധരിക്കാതിരിക്കുകയാണ്. അത് നമുക്ക് പിന്നെ ഫദീലത്ത് കിട്ടുന്ന പേരൊന്നല്ലല്ലോ. ഏത് പേര്? ഈ പിന്നെ ജമ്മിയുടെ പേരും അങ്ങനത്തെ പേരൊന്നും ഇപ്പോൾ പിന്നെ നിങ്ങൾക്ക് അറിയണതാണ്. പിന്നെ നമ്മുടെ ഒരു അനുസ്മരണം പറയുമ്പോൾ അതിൻ്റെ ഒരു രൂപത്തിൽ അങ്ങനെ പറയണല്ലോ എന്ന് എഴുതിയിട്ട് പറയേണ്ട പേരുണ്ട്, ശ്രോതാക്കളുടെ പേരാണ്. അത് ഞാൻ ലാസ്റ്റ് പറയുകയും ചെയ്യാം. മറ്റൊന്നും നമ്മൾ അങ്ങനെ പറയേണ്ട ഒരു പേരല്ല. നമ്മൾ ഈ ഓമാനൂർ ശ്രോതാക്കളെ മൗലൂദ് ഓതുമ്പോൾ അതിൽ ചില പേര് വരും. നമുക്ക് കേൾക്കുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നും. എന്ന മാതിരി നമ്മൾ പ്രത്യേകിച്ച് പള്ളിയിൽ വെച്ച് നടക്കാവുമ്പോൾ ആ പേരൊന്നും നമ്മൾ അങ്ങനെ പറയേണ്ടതല്ല. എന്തായാലും പിന്നെ തഹസിൽദാറുടെ ആവശ്യപ്രകാരം ജില്ലാ കലക്ടർ ഓർഡർ ഇടുന്നതിനനുസരിച്ച് 40 പട്ടാളക്കാരടങ്ങിയ ഒരു ബറ്റാലിയനാണ് വന്നത്. അവരടുത്ത് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അവര് ആദ്യഘട്ടത്തിൽ ഒരു മധ്യസ്ഥ ശ്രമം നടത്തി എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഓലെ മധ്യസ്ഥ ശ്രമത്തിൽ ഒരു ദുരൂഹത ഉണ്ട്. മദ്യം പറഞ്ഞങ്ങാണ്ട് കൊണ്ടുപോയിട്ട് ചെയ്യാൻ പോണത് ഈ പണി തന്നെയാണ്. അറസ്റ്റ് ചെയ്യും, കൊണ്ടുപോകും, വിചാരണ ചെയ്യും, തൂക്കിക്കൊല്ലും. ഇതാണ് അല്ലെങ്കിൽ നാട് കടത്തും. ഇതാണ് സാധാരണഗതിയിൽ ചെയ്യാൻ പോണത്. അപ്പൊ മധ്യസ്ഥത എന്ന് പറയുന്നത് യോദ്ധാക്കൾക്കറിയാം ആ മധ്യസ്ഥത തൽക്കാലം ഇവിടെ നിന്നുകൊണ്ട് ഇറങ്ങിക്കിട്ടാനാണ്, അല്ലാതെ കഴിച്ചിലാകാനുള്ളതല്ല എന്ന്. അതുകൊണ്ടുകൂടിയാണ് അവർ ഇറങ്ങാതിരിക്കുന്നത്. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ നോമ്പറന്നതിന് ശേഷം വരാം, കഞ്ഞി കുടിച്ചതിന് ശേഷം വരാം, സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിന് തയ്യാറായില്ല. തയ്യാറാവാതെ വന്നപ്പോൾ പിന്നീട് ആദ്യം ഒരു കൊലപാതകം നടന്നു, പിന്നീട് ഒന്നുകൂടെ നടന്നു, പിന്നീട് എല്ലാ ആളുകളെയും കൊല ചെയ്യുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. പട്ടാളക്കാർ ഒന്നിച്ച് പള്ളിയിലേക്ക് കയറുകയും അങ്ങനെ അവരെ കൊല ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ ശ്രോതാക്കന്മാരുടെ മക്കാമിൽ എഴുതി വെച്ച റിക്കാർഡ് അനുസരിച്ച് ശ്രോതാക്കന്മാരുടെ പേര്, ഒന്ന് മാതാരി മൊല്ലമൂപ്പൻ എന്ന് പറയുന്ന ആളാണ്. മറ്റൊന്ന് കൈതകത്ത് മുല്ലക്കുഞ്ഞ് ഹസ്സൻ എന്ന് പറയുന്ന ആളാണ്. മൂന്നാമത്തേത് കൈതകത്ത് കമ്മുക്കുട്ടി എന്ന് പറയുന്ന ആളാണ്. നാലാമത്തത് റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൊട്ടൊക്കെ തൃപ്തിപ്പെടട്ടെ, അവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ മുറാദുകളെയും ഹാസിലാക്കി തരട്ടെ. വേറെ നാലാമത്തെ ആള് കൈതകത്ത് പതിയിൽ മൊയ്തീൻ കുട്ടി എന്ന് പറയുന്ന മഹാനുഭാവനാണ്. അഞ്ചാമത്തെ, ഈ മുൻഗാമികൾക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മൾ ഈ സ്വാലിഹ്യങ്ങളെ പറ്റി പറയാന്ന് പറയല്ലോ. ശരിക്കും സ്വാലിഹ് എന്ന് പറഞ്ഞാൽ നമ്മളെ തൊട്ട് മുമ്പത്തെ തലമുറ നമ്മളെക്കാൾ ഒരുപാട് സ്വാലിഹായിരിക്കും. അത് കുറേ ആണ്ട് മേലേക്ക് പോകുന്നതിനനുസരിച്ച് സ്വലാഹിയത്തിന്റെ കതിർ വളരെ കൂടും. അപ്പൊ സ്വാലിഹ്യങ്ങളെ പറയാന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു 10 മണി 9:30 മണിയൊക്കെ ആകുമ്പോൾ 10 മണിയൊക്കെ ആകുമ്പോൾ വെള്ളിയാഴ്ച ജുമഅക്ക് ചെല്ലും. ഇപ്പൊ ഞങ്ങളെ വീടിന്റെ അടുത്ത് ഒരു ജുമഅത്ത് പള്ളി ഉണ്ട്. ആദ്യം കൊളത്തൂർ വലിയ ജുമഅത്ത് പള്ളി എന്ന് പറഞ്ഞാൽ തറവാട് പള്ളിക്കാണ് ജുമഅക്ക് പോവുക. അപ്പൊ ഒരു 10 മണിക്കൊക്കെ ജുമഅക്ക് ചെല്ലുമ്പോൾ ഔത്തപ്പള്ളി നിറയെ ആൾക്കാർ അൽക്കഫ് ഓതുണ്ടാവും, പുറത്തപ്പള്ളി നിറയെ ആൾക്കാർ അൽക്കഫ് ഓതുണ്ടാവും. എനിക്കൊക്കെ സ്ഥലം കിട്ടി ചെരുവിലാണ് 10 മണിക്ക് ചെന്നാൽ കേട്ടോ.
നമ്മളെ പള്ളികളിലൊക്കെ അൽക്കവും സലാത്തും എന്നൊരു ഏടുണ്ടാവും. ഇപ്പൊ ബർക്കത്തിന് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ പഴയ പള്ളികളിലൊക്കെ അൽക്കവും സലാത്തും. അതെന്താ വെച്ചാല് 3 അൽക്കഫ് ഓതി കഴിഞ്ഞിട്ട് അതിന്റെ ശേഷമുള്ള സലാത്തും ചൊല്ലും. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദിനാൽ വലഅ് ചെയ്യപ്പെട്ടിട്ടുള്ള ജംഅ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സലാത്താണ് അൽക്കവും സലാത്തും എന്ന് പറഞ്ഞതിലെ ദലായിലുൽ ഖൈറാത്തിലെ ഹിസ്ബു യൗമുൽ ജുമാ എന്ന് പറഞ്ഞ വെള്ളിയാഴ്ചക്ക് വേണ്ടി കണക്കാക്കപ്പെട്ടുള്ള ഒരു സലാത്താണ്. അൽക്കഫും സലാത്തും എന്ന് പറഞ്ഞാൽ ഏടിന്റെ പകുതിക്കെന്നാണ്ട് ഉണ്ടാകുക. 3 അൽക്കഫും പിന്നെ സ്വലാത്തും കഴിയുമ്പോത്തിനെ മുക്രിക്കാക്ക വാങ്ങി കൊടുക്കുള്ളൂ. ഇന്നിപ്പോ നമ്മളാണ്ട് ചെന്ന് മുസാഫിന്റെ എടുക്കുമ്പോത്തിന് മുക്രി വാങ്ങാൻ കൊടുക്കും. നമ്മളെ കുഴപ്പമില്ല, മൂപ്പരെ കുഴപ്പമാണ്, മൂപ്പർക്ക് നേരം വൈകിട്ട് എടുക്കാൻ പോകാം. അപ്പൊ ഈ സ്വാലിഹ് എന്ന് പറഞ്ഞാൽ വല്ലാതെ മേപ്പെട്ടൊന്നും പോണ്ടി വരില്ല. സ്വാലിഹ്ങ്ങൾ പറഞ്ഞാല് ഒരു 2 തലമുറ അപ്പുറത്തേക്കാണ് പറഞ്ഞാൽ തന്നെ ഓർക്കൊരു വെള്ളിയാഴ്ചക്ക് വേണ്ടി ഒരുങ്ങാൻ ഒരാഴ്ച 7 ദിവസം സമയം ഉണ്ടായിരുന്നു. ഈ പിന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ചയുടെ ഒരുക്കം പറയുന്നുണ്ട്. വെള്ളിയാഴ്ച പള്ളിക്ക് പോകാൻ വേണ്ടി വസ്ത്രം അലക്കിയിട്ടതിൽ തുപ്പുകയും വെറ്റില മുറുക്കി തുപ്പുകയും അഴുക്കാക്കുകയും ചെയ്തത് പ്രകോപനത്തിന് മറ്റൊരു കാരണമായി എന്ന് പറയുന്നുണ്ട്. ഒരു തുടക്കം അങ്ങനെയായി നമ്മുടെ ഈ മുട്ടിച്ചിറ ശ്രോതാക്കന്മാരുടെ താരീഖിൽ പറയുന്നുണ്ട്. മമ്പറന്തങ്ങളുടെ സാന്നിധ്യം ഈ യുദ്ധത്തിൽ വളരെ പ്രധാനമാണ്. എല്ലാ വിഷയത്തിനും മമ്പർത്ത തങ്ങളോട് അഭിപ്രായം ചോദിച്ചിട്ടായിരുന്നു പഴമക്കാരായ ആളുകൾ നീങ്ങിയിരുന്നത്. അത് പഴയ ആളുകളുടെ ഒരു രീതിയാണ്. പോലെ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ആരെങ്കിലും പറ്റാവുന്ന ഒരാളോട് അഭിപ്രായം ചോദിക്കും. ഇന്ന് നമ്മൾ നേരെ തിരിച്ചാണ്. നമുക്ക് ഒരാളെ അഭിപ്രായം പറഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യൂല തീരെ. അങ്ങനെയാണ്. ഒരാളെ അഭിപ്രായം പറഞ്ഞതോ ഒരാൾ നിർദ്ദേശം തരുന്നതോ ഒന്നും നമുക്ക് ഇഷ്ടമല്ല. അതേ സമയത്ത് പഴമക്കാരങ്ങനെയല്ല, അവർ എന്ത് വിഷയങ്ങൾക്കും അഭിപ്രായം ചോദിക്കും. അപ്പൊ ഇങ്ങനെ ഈ വെള്ളിയാഴ്ച ജുമയ്ക്ക് പോകാൻ വേണ്ടി വസ്ത്രം അലക്കിയിട്ടതിൽ മുറുക്കി തുപ്പുകയും വൃത്തികേടാക്കുകയും ചെയ്തതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ അക്കാലത്തെ ആളുകൾ മമ്പർത്ത തങ്ങളെടുത്ത് പോയിട്ടുണ്ടായിരുന്നു. മമ്പർത്ത തങ്ങൾ പാപ്പ റളിയല്ലാഹു അൻഹു നിങ്ങൾ ആരും പ്രകോപനം ഉണ്ടാക്കരുത് എന്നും സംയമനം പാലിക്കണം എന്നും പറയുകയും അങ്ങനെ സംയമനം പാലിച്ച് നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ കേസും കുലുമാലും ഉണ്ടാകുന്നതും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണമില്ലാതെ ഹാജരാകാൻ വേണ്ടിയുള്ള ഓർഡർ വരുന്നതും ഹാജരായാൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള മുൻധാരണ ഉണ്ടാകുന്നതും. അങ്ങനെ ശ്രോതാക്കന്മാർ അതേമാതിരി 2ാം പ്രാവശ്യം ഉണ്ടാകുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ അങ്ങനെ മുൻഗാമികളെ കുറിച്ച് സജ്ജനങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ അത് മേലക്ക് 150 കൊല്ലമൊക്കെ കഴിയുമ്പോൾ അന്നത്തെ സ്വാലിഹ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ള ആൾക്കാരാണ്. പോലെ നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് സംഗതി. നമ്മൾ ഒരു 3 തലമുറ അപ്പുറത്തേക്ക് എടുത്താൽ തന്നെ സ്വലാഹിയത്തിന്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കാം. 4ാമത്തെ ആള് ഞാൻ പറഞ്ഞു കൈതകത്ത് പതിയിൽ മൊയ്തീൻ കുട്ടി എന്ന് പറയുന്ന ആള്. 5ാമത്തെ ആള് റളിയല്ലാഹു അൻഹു കൈതകത്ത് എണ്ണക്കാട്ട് മായും കുട്ടി എന്ന് പറയുന്ന ആള്. 6ാമത്തേത് കൈതകത്ത് പതിയിൽ വലിയ കുഞ്ഞാലൻ എന്ന് പറയുന്ന ആള്. ഈ വലിയ കുഞ്ഞാലൻ ചെറിയ കുഞ്ഞാലൻ അങ്ങനെ ആയത് ഈ പഴയ ആൾക്കാരുടെ ഓരോ പേരിന്റെ രീതി ഇതിന്റെ കൂട്ടത്തിൽ പറയാം. മുമ്പൊക്കെ ഒരു 10 വീട് ഇങ്ങനെ എടുത്താലേ, ഒരു 10 പേരെങ്ങനെയാണ് ചുറ്റളവിൽ എടുത്താലേ അതിൽ ഒരാളെ പേര് മുഹമ്മദ് ഉണ്ടാവും. ചിലപ്പോൾ അതൊന്നിങ്ങനെ ശരിയാക്കിയിട്ട് മഹമ്മദ് എന്നാക്കിയിട്ടുണ്ടാവും, മയമി എന്നാക്കിയിട്ടുണ്ടാവും, കുഞ്ഞഹമ്മദ് എന്നാക്കിയിട്ടുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടാവും. അസുലൊന്നാണ്. വലിയ മുഹമ്മദിന്റെ അവിടുക്കാണ്ട് എത്തൂലാന്ന് തോന്നുമ്പോൾ വല്യപ്പൊന്നും ചെറുതാക്കിയിടുന്നതാണ് കുഞ്ഞഹമ്മദ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ പേരുകളിലൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ മൊയ്തു ഉണ്ടാവും, മീതി ഉണ്ടാവും, മീതിയും കുട്ടി ഉണ്ടാവും. ഞാൻ അവർക്ക് പിന്നെ ലക്ഷദ്വീപ് ചെന്ന സമയത്ത് അവിടെ നമ്മൾ ലക്ഷദ്വീപ് ചെന്നാൽ പോലീസ് ഓഫീസിൽ ചെന്നിട്ട് SIന്റെ മുമ്പിൽ ഒരു ഒപ്പിട്ട് കൊടുക്കണം. അപ്പം അങ്ങനെ ചെന്നപ്പോൾ പിന്നെ SIനോട് പേരെന്താന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു പേര് കോയക്കിടാവ് എന്നാണ് പറഞ്ഞു. നമ്മളെ നാട്ടിലെ കോയക്കുട്ടിയാണ് സംഭവം. അവിടെ എത്തിയപ്പോൾ കോയക്കിടാവായതാണ്. ഇങ്ങനെയൊക്കെയുള്ള മലയാളീകരിക്കുമ്പോഴുള്ള വ്യത്യാസം. ഈ വലിയ അഹമ്മദ് റളിയല്ലാഹു അൻഹു വലിയ കുഞ്ഞാലൻ അത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ്. 7ാമത്തേത് കൈതകത്ത് മമ്പുറത്തെ ഓടക്കടവത്ത് വലിയകത്ത് മൊയ്തീൻ കുട്ടി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആള്. 8ാമത്തേത് മുട്ടിച്ചിറക്കൽ കുഞ്ഞാപ്പ എന്ന് പറയുന്ന ആള്. 9ാമത്തേത് തൊപ്പിയിട്ട മുഹമ്മദ് എന്ന് പറയുന്ന ആള്. 10ാമത്തേത് നായന്നൂർ മൊയ്തീൻ എന്ന് പറയുന്ന ആള്. 11ാമത്തെ ഒരാള് പേരറിയാത്ത ഒരാൾ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അവർ കാട്ടിപ്പരുത്തി ഗുരുക്കന്മാരിൽ നിന്ന് വന്ന ഒരു കുട്ടിയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പേരറിയില്ല. ഈ യോദ്ധാക്കൾ പള്ളിയിൽ ഉള്ള സമയത്ത് പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ വന്നു ചേർന്നിട്ടുണ്ട് എന്ന് പൊതുവെ ബ്രിട്ടീഷുകാർക്ക് ഒരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പുറത്തുനിന്ന് അങ്ങനെ കൂടുതൽ ആളൊന്നും വന്നിട്ടില്ല. ഈ ഒരാൾ പുറത്തുനിന്ന് വന്ന ആളാണെന്ന് പറയുന്നുണ്ട്.
കാട്ടിപ്പരുത്തി കുരുക്കന്മാരിൽപ്പെട്ട അവർ നൽകിയ പരിശീലനങ്ങൾ യുദ്ധത്തിന് കുറെ ഉപകാരം ചെയ്തിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരനായ ഒരു കുട്ടിയായിരുന്നു, അതുകൊണ്ടാണ് പേരറിയാതെ പോയത് എന്നതാണ്. എന്തായാലും ശുഹദാക്കന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ 11 ആളുകൾ ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ ഷഹീദായപ്പോൾ ഈ ബ്രിട്ടീഷുകാർക്കറിയാം ഇവരുടെ ജനാസ ആളുകൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥലത്തേക്ക് മാറ്റിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വലിയൊരു സമൂഹം ഉയർത്തെഴുന്നേൽക്കുമെന്ന്. നമ്മൾ പല മരണങ്ങളും പരിശോധിച്ചാൽ കാണാൻ പറ്റും. ചില ആളുകളൊക്കെ മരണപ്പെട്ടതിന് ശേഷം കടലിൽ കെട്ടി തൂക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ പേര് ഞാൻ പറയണില്ല. വലിയ വലിയ മരണങ്ങളൊക്കെ പരിശോധിച്ചാൽ കപ്പലിൽ കൊണ്ടുപോകുന്നു, മയ്യത്ത് എവിടെ മറവ് ചെയ്തതെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് ജനാസ മറവ് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട് വലിയൊരു സമൂഹം പിന്നീട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ബ്രിട്ടീഷുകാർക്ക് അറിയാവുന്നത് കൊണ്ട് മൃഗങ്ങളെ മറവ് ചെയ്യുക കൂടി ചെയ്യുന്ന ഒരു കല്ലുവെട്ട് കുഴിയിലാണ് ഇവരെ ആദ്യം മറവ് ചെയ്തത് എന്നാണ് താരീഖിലുള്ളത്. പിന്നെ അപ്പോൾ ഇങ്ങനെ ഉണ്ടായ സമയത്ത് മമ്പറത്ത് തങ്ങൾ എത്തി എന്നിട്ട് വീണ്ടും അഭിപ്രായം ചോദിച്ചു. അപ്പോൾ മമ്പറത്ത് തങ്ങൾ രാത്രിയിൽ അവരവിടെ നിന്നെടുത്ത് ഈ പള്ളിയുടെ പരിസരത്ത് മറവ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. ആദ്യമൊക്കെ ചെന്ന സമയത്ത് യുദ്ധത്തിന് നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഉണ്ടായ സമയത്ത് മമ്പറത്ത് തങ്ങൾ വാപ്പ അതെന്തായാലും മയ്യത്ത് അവിടെ നിന്ന് എടുത്തിട്ട് വേറെ കൊണ്ടുപോയി മറവ് ചെയ്യണം. 2000 ആളുകളാണ് അന്ന് ആ ഓപ്പറേഷനിൽ പങ്കെടുത്തത് എന്നാണ്. രാത്രിയിൽ ബ്രിട്ടീഷുകാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ നിർവാഹമുണ്ടായിരുന്നില്ല. 2000 ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് ശുഹദാക്കന്മാരെ അവിടുന്ന് എടുത്തിട്ട് ഒരേ ഖബറിലാണ് എല്ലാവരെയും മറവ് ചെയ്യുകയും ഒറ്റ മീസാൻ കല്ലാണ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. അങ്ങനെ ഈ പള്ളിയുടെ പരിസരത്ത് അവരെ കൊണ്ടുവന്ന് മറവ് ചെയ്തു. അവരുടെ ശത്രുക്കളുടെ വശത്ത് നിന്ന് 2 ആളുകളായിരുന്നു മരണപ്പെട്ടത്. ആ 2 ആളുകളെ ബ്രിട്ടീഷുകാർ തന്നെ കൊണ്ടുപോയിട്ട് അവർ തന്നെ മറവ് ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഈ മയ്യത്ത് അവര് ഈ കല്ലുവെട്ട് കുഴിയിൽ മറവ് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് അവിടെ വെക്കാനുള്ള തീരുമാനം അല്ല ഉള്ളത്. കുറച്ചുകാലം അവിടെ വെക്കുക, കാവല് നിൽക്കുക, എല്ലാവരും പിന്തിരിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ തീരുമാനം ഉണ്ടായിരുന്നു. അതിൻ്റെ മുമ്പ് തന്നെ മുസ്ലിങ്ങൾ അത് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ പള്ളിയുടെ പരിസരത്ത് മറവ് ചെയ്യുക കൂടി ചെയ്തു. അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് മറവ് ചെയ്യുക. രാത്രിയാണ് ചെയ്യുന്നത്, നേരം വെക്കുമ്പോഴതിന് കയ്യും വേണം. അങ്ങനെ ഒന്നിച്ച് മറവ് ചെയ്യുകയും ഒറ്റ മീസാൻ കല്ല് സ്ഥാപിക്കുകയും ചെയ്തിട്ട് അവർ ഈ പള്ളിയുടെ പരിസരത്ത് എത്തിച്ചേർന്നു. അവർ ഈ പള്ളിയുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുകയാണ്. അപ്പം നമ്മളിങ്ങനെ രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ശുഹദാക്കളുടെ താരീഖാണ്. ഇനി അനുസ്മരണത്തിലെ മൂന്നാമത്തെ ഒരു ഭാഗം ഇതിലെ ഗുണപാഠങ്ങളാണ്. ഗുണപാഠം എന്ന് പറഞ്ഞത് പഴമക്കാരും പുതിയ നമ്മളെ തലമുറയും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം. മനുഷ്യന്റെ ധൈര്യം ഇല്ലാതെയാക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. 2 കാര്യങ്ങളാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്ന് ഹുബ്ബുദ് ദുനിയ, ദുനിയാവിനോടുള്ള സ്നേഹവും, കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പും പിടികൂടിയാൽ മനുഷ്യന്റെ എല്ലാ ധൈര്യവും ചോർന്നു പോകും. നമുക്ക് ധൈര്യക്കുറവ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല, ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ 2 എണ്ണമാണ്. ഓൽക്ക് ധൈര്യം ഉണ്ടായതിന്റെ കാരണം ഈ 2 എണ്ണം ഇല്ല എന്നുള്ളതാണ്. ഒന്ന്, ദുന്യാവിനോട് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. ഈ ദുന്യാവ് ഇല്ലാതിരിക്കലും ദുന്യാവിനോട് ആഗ്രഹം ഇല്ലാതിരിക്കലും 2ആണ് കേട്ടോ. ദുന്യാവ് ഉണ്ടാകുന്നതിന് കുഴപ്പമൊന്നുമില്ല. മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു വലിയ പൈസക്കാരനായിരുന്നല്ലോ. 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഷേഖ് ജീലാനി റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്. അക്കാലത്ത് മഹാനവറുകൾക്ക് സ്വന്തമായി കപ്പലുണ്ടായിരുന്നു. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായിട്ട് കപ്പലുള്ള വലിയ പൈസക്കാരനാ, വലിയ ബിസിനസ്സുകാരനാണ്. പൈസക്കല്ല കുഴപ്പം, പൈസയുമായി ബന്ധപ്പെട്ട കൽബിനാണ് പ്രശ്നം. മുൻഗാമികൾക്ക് പൈസ ഉണ്ടായിരുന്നില്ല എന്നല്ല, പൈസ അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇല്ലാത്തവരുണ്ട്, ഉള്ളവരുണ്ട്. അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് സമ്പന്നരുണ്ട്, സാധാരണക്കാരുണ്ട്, പാവങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും പാവങ്ങളാവുമ്പോൾ അതിലെ സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലുള്ള വർധനവാണ് ഉണ്ടായിരിക്കുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സമ്പന്നരൊക്കെ അക്കാലത്ത് അതിൻ്റെ ഒന്ന് രേഷം കണ്ടിരിക്കാനാണ് സംഘാടകർ പറയുന്നത്. ഒന്നും കണ്ട് രേഷമിൻ്റെ അടുത്തേക്ക് ഇരുന്നാൽ ഞാനൊന്നും നേരമില്ല, എന്നാലും കൂടിയിട്ട്. അപ്പോൾ 2 പ്രധാനപ്പെട്ട ഗുണപാഠങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് പഠിക്കാം. ഒന്ന്, ഇവർ വലിയ ധൈര്യവാന്മാരായിരുന്നതിൻ്റെ കാരണം. ഒന്ന്, ഹുബ്ബുദ് ദുനിയ എന്ന് പറയുന്ന സാധനം ഇല്ല എന്നുള്ളതാണ്. ദുനിയാവില്ല എന്നല്ല കേട്ടോ, പൈസ ഇല്ല, സമ്പത്തില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. സമ്പത്തിനോട് ഇലാഖത്തുൽ ഖൽബ്, ഹൃദയത്തിന്റെ ബന്ധമില്ല. പൈസ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം.
ഉസ്മാൻ റളിയല്ലാഹുവിന് സാഹിദീങ്ങളുടെ നേതാവാണല്ലോ. ഉസ്മാൻ റളിയല്ലാഹുവിന് പൈസ ഇല്ലാത്ത ആളൊന്നും അല്ലല്ലോ. യുദ്ധത്തിന്